നമസ്കാരം, വൺ മലയാളം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഒരു വിവാദത്തിന് പുറകെയായിരുന്നു. UAE 700 കോടി തന്നോ, അല്ലെങ്കിൽ എമൗണ്ട് പ്രഖ്യാപിച്ചിട്ടില്ല, അല്ലെങ്കിൽ UAE അങ്ങനെ ഒരു പ്രഖ്യാപനമേ നടത്തിയിട്ടില്ല, പിണറായി വിജയൻ കള്ളം പറഞ്ഞതാണ്, അദ്ദേഹം കള്ളം പ്രചരിപ്പിക്കുന്നു, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഒളിച്ചു കളിക്കുന്നു, നാടകം കളിക്കുന്നു എന്നിങ്ങനെ ഒരുപാട് വിവാദങ്ങളുടെ പുറകെയാണ് ദേശീയ മാധ്യമങ്ങളും കേരളത്തിലെ മാധ്യമങ്ങളും പോയത് എന്ന് പറയാം. കാരണം കേരളത്തിന് ലഭിക്കേണ്ട ഒരു സഹായം കിട്ടാതായപ്പോൾ ഉണ്ടായ ഒരു രോഷം എന്ന നിലയിലും കേരളത്തിൽ നിന്ന് പ്രതിഷേധം ഉയർന്നു വന്നു. അതിന് എതിരെയുള്ള വാഗ്വാദങ്ങളും പ്രതിവാദങ്ങളും എല്ലാം നമ്മൾ കണ്ടതാണ്, കേട്ടറിഞ്ഞതാണ്. ഒരു ദുരന്ത സമയത്ത് ഇത്തരം വാഗ്വാദങ്ങൾക്കോ പ്രതിവാദങ്ങൾക്കോ സമയമില്ല എന്ന് നാം തിരിച്ചറിഞ്ഞതുമാണ്. എന്നാൽ ഇപ്പോൾ UAE പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിൻ്റെ ഒരു ട്വീറ്റാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. മലയാളികളാണ് ഈ ട്വീറ്റ് ഏറ്റെടുത്തിരിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം പ്രത്യേകം പറയേണ്ടി വരും. ഈ ഒരു ട്വീറ്റുമായി നമ്മുടെ ഇന്നത്തെ ഒരു സാഹചര്യവുമായി ഈ ട്വീറ്റിന് വളരെയേറെ ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു ട്വീറ്റ് ഇത്രയേറെ വൈറലാകാൻ കാരണം എന്ന് വിചാരിക്കുന്നു. മലയാളികളാണ് ഈ ട്വീറ്റ് ഏറ്റെടുത്തിരിക്കുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ രണ്ട് തരം ഭരണാധികാരികളെക്കുറിച്ച് ആണ് നമ്മുടെ UAE പ്രധാനമന്ത്രി ഈ ഒരു ട്വീറ്റിലൂടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ UAE തന്ന ഈ ഒരു സഹായകവുമായി നമുക്ക് ഈ ഒരു ട്വീറ്റിനെ ഏറ്റെടുത്ത് വായിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ട്വീറ്റിൽ പറയുന്ന കാര്യത്തിൽ ഒന്നാമത്തെ കൂട്ടർ നന്മയുടെ ഭരണാധികാരികളാണെന്നും, അതുപോലെ തന്നെ രണ്ടാമത്തെ കൂട്ടർ എളുപ്പമുള്ളതും അതുപോലെ തന്നെ അതിനെ കഠിനമാക്കുന്നവരാണെന്നുമാണ് UAE പ്രധാനമന്ത്രി ഈ ട്വീറ്റിലൂടെ പറയുന്നത്. പ്രളയബാധിതമായ കേരളത്തിന് UAE സഹായം സ്വീകരിക്കുന്നത് സംബന്ധിച്ച് വിവാദമുയർന്ന പശ്ചാത്തലത്തിലാണ് ഷെയ്ഖ് മുഹമ്മദിൻ്റെ ഈ ഒരു ട്വീറ്റ് ശ്രദ്ധേയമാകുന്നത് എന്നതും ശ്രദ്ധേയമാണ്. അദ്ദേഹത്തിൻ്റെ ട്വീറ്റ് ഇങ്ങനെയാണ്: ഭരണാധികാരികൾ രണ്ട് വിധത്തിലാണ്. നന്മയുടെ താക്കോലാണ് ചില ഭരണാധികാരികൾ. ജനങ്ങളെ സേവിക്കുന്നത് അവർ ഇഷ്ടപ്പെടുന്നു. ചുറ്റുമുള്ളവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിലാണ് അവരുടെ സന്തോഷം. വീണ്ടും വീണ്ടും നൽകുന്നതിലാണ് ഇവർ മൂല്യം കണ്ടെത്തുന്നത്. മറ്റുള്ളവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതാണ് അവർ ജീവിത നേട്ടമായി പരിഗണിക്കുന്നത്. അവർ വാതിലുകൾ തുറക്കും, പ്രശ്ന പരിഹാരം നൽകും. അവർ എല്ലായ്പ്പോഴും ജനങ്ങളുടെ നന്മ അന്വേഷിച്ചുകൊണ്ടിരിക്കും. രണ്ടാമത്തെ കൂട്ടർ എളുപ്പമുള്ളതും കഠിനമാക്കും. എല്ലാത്തിനെയും വില കുറച്ച് കാണും. ജനങ്ങളുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കുന്നതാകും അവരുടെ നിർദ്ദേശങ്ങൾ. ജനങ്ങളെ യാചകരാക്കി തങ്ങളുടെ വാതിൽക്കലും മേശക്കരികിലും എത്തിക്കുന്നതിൽ അവർ ആനന്ദം കണ്ടെത്തും. രണ്ടാമത്തെ വിഭാഗത്തെ മറികടക്കാൻ ഇച്ഛാശക്തിയുള്ള ഒന്നാമത്തെ കൂട്ടർ ഭരിക്കുന്ന രാജ്യവും ഭരണവും മാത്രമേ വിജയിക്കൂ. ഇതാണ് അദ്ദേഹം ട്വീറ്റ് ചെയ്തതിൻ്റെ സമ്പൂർണ്ണമായ മലയാളം പരിഭാഷ എന്ന് പറയാം. കാരണം അദ്ദേഹം അറബിയിലാണ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാസി നാടുകളിൽ, പ്രത്യേകിച്ച് ദുബായിൽ, ഈ ട്വീറ്റ് വളരെയധികം ശ്രദ്ധ നേടിയിരിക്കുന്നു. കാരണം മലയാളികൾ ഇത് ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം. ഇന്നത്തെ ഒരു നമ്മുടെ ഇന്ത്യയിലെ ഇന്നത്തെ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനുമായി ഈ ട്വീറ്റിന് വളരെയധികം സാദൃശ്യം തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയുകയാണ്. നമ്മൾ സിനിമയൊക്കെ തുടങ്ങുമ്പോൾ സിനിമയുടെ ആദ്യം നമുക്കൊരു അറിയിപ്പുണ്ടാവും. ഈ സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് ജീവിച്ചിരിക്കുന്നതോ മരിച്ചിരിക്കുന്നതോ ആയ ആരുമെങ്കിലും സാദൃശ്യം തോന്നുകയാണെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രമാണെന്ന്. അതുപോലെ തന്നെ ഞാനും പറഞ്ഞുകൊള്ളട്ടെ, ഈ ഒരു ട്വീറ്റ് കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു വാർത്ത കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ജീവിച്ചിരിക്കുന്നതോ മരിച്ചു പോയതോ ആയ ആരെങ്കിലെക്കുറിച്ചും ഇത് തോന്നുകയാണെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രമാണ്. നന്ദി, നമസ്കാരം.